ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് PMAY, നാഷണൽ ക്വാണ്ടം മിഷൻ, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ, GPay, അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന അല്ലെങ്കിൽ PMAY കുറിച്ചാണ്. അപ്പോൾ ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഡിബേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മണിപ്പൂർ ഒരു 5000 പ്രധാനമന്ത്രി ആവാസ് യോജന യൂണിറ്റുകൾ ആവശ്യപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 1 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഈ ലോവർ ഇൻകം ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ മോഡറേറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ലോവർ ഇൻകം ഗ്രൂപ്പ് പെടുന്ന ആളുകൾക്കൊക്കെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് പ്രൊവൈഡ് ചെയ്യുക, അതായത് അവർക്ക് സ്വന്തമായിട്ട് വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇന്ത്യൻ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ PMAY എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രധാനമന്ത്രി ആവാസ് യോജനക്കകത്ത് ബേസിക്കലി 2 കോമ്പോണൻസ് ആണ്, അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നത് 2 ഡിഫറെന്റ് പദ്ധതികളാണെന്ന് മനസ്സിലാക്കുക. ഒന്ന് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ എന്ന് പറയും, അല്ലെങ്കിൽ PMAYU എന്ന് പറയും. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്ന് പറയുന്ന മറ്റൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ PMAYU കുറിച്ച്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവാസ് യോജന അർബനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതികളിൽ ആദ്യം ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള പദ്ധതി ഈ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ ആണ്. ഇത് 2015 ഇന്ത്യൻ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന അർബന്റെ ഇംപ്ലിമെന്റേഷൻ ഏജൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന അർബന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള അർബൻ ഏരിയയിൽ അല്ലെങ്കിൽ നഗര മേഖലകളിലുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷന്, അതുപോലെ തന്നെ ലോവർ ഇൻകം ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ മോഡറേറ്റ് ഇൻകം ഗ്രൂപ്പ് കാറ്റഗറി പെടുന്നൊക്കെ ആളുകൾ, അതിനകത്ത് ഈ സ്ലം ഡ്വല്ലേഴ്സ് ആയിട്ടുള്ള ചേരി നിവാസികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സ്വന്തമായിട്ട് ഒരു പുക്ക ഹൗസ്, അതായത് ചെറിയ ഒരു ബേസിക് അമ്യൂണിറ്റീസ് ഉള്ള ഹൗസ് 2022 ആകുമ്പോഴേക്കും ഇന്ത്യയിലുള്ള ഇത്തരത്തിലുള്ള എല്ലാ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ ആരംഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം ഈ പറഞ്ഞതുപോലെ തന്നെ 2022 ഇന്ത്യയുടെ 75ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സമയമാകുമ്പോഴേക്കും ഇന്ത്യയിലുള്ള അർബൻ മേഖലകളിലുള്ള എല്ലാ ആളുകൾക്കും സ്വന്തമായിട്ടൊരു വീട് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അതായത് ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഹോംലെസ്നെസ് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഈ പ്രധാനമന്ത്രി ആവാസ് യോജന അർബന്റെ ഒരു ലക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ അതുകൊണ്ട് തന്നെ ഒരു സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റിയും കൂടിയായിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അഫോർഡബിൾ റേറ്റിന് വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഹോം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഈ ഹോം ലോണിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സബ്സിഡി ആയിട്ട് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന അർബന്റെ എലിജിബിലിറ്റി ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, EWS ആണെങ്കിൽ അവരുടെ മാക്സിമം ഫാമിലി ഇൻകം, ആനുവൽ ആയിട്ടുള്ള വാർഷിക കുടുംബ വരുമാനം എന്ന് പറയുന്നത് 3 ലക്ഷത്തിൽ കൂടാൻ പാടില്ല എന്നുണ്ട്. ഇനി ലോവർ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ അവരുടെ മാക്സിമം ഒരു വാർഷിക കുടുംബ വരുമാനം എന്ന് പറയുന്നത് 6 ലക്ഷത്തിൽ കൂടാൻ പാടില്ല എന്നുണ്ട്. മിഡിൽ ഇൻകം ഗ്രൂപ്പുകളാണെങ്കിൽ ഈ പറയുന്ന മാക്സിമം ആനുവൽ ഫാമിലി ഇൻകം എന്ന് പറയുന്നത് 18 ലക്ഷത്തിൽ കൂടാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിനകത്തൊരു ബെനിഫിഷ്യറി ഫാമിലി എന്ന് പറയുന്നത് ഹസ്ബൻഡ്, വൈഫ്, അൺമാരീഡ് ആയിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടുന്നതാണ് ബെനിഫിഷ്യറി ഫാമിലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആളുകൾ ഈ വീടിന്റെ ഉടമസ്ഥരോ അല്ലെങ്കിൽ കോ ഓണറോ ആയിട്ട് ഒരു സ്ത്രീ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ ആണ്. ഈ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്ന് പറയുന്നത് ബേസിക്കലി 2016 ഇന്ത്യൻ ഗവൺമെന്റ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പദ്ധതിനെ പുനർനാമകരണം ചെയ്തിട്ടാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണാക്കി മാറ്റുന്നത്. കുറെ കാലം മുമ്പേ ഉണ്ടായിരുന്ന ഇന്ദിരാ ആവാസ് യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇന്ദിരാ ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ റൂറൽ മേഖലകളിലുള്ള, ഗ്രാമീണ മേഖലകളിലുള്ള ആളുകൾക്ക്, ഗ്രാമീണ മേഖലകളിലെ പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇന്ദിരാ ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി പണ്ട് സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഇന്ദിരാ ആവാസ് യോജനനെ 2016 സെൻട്രൽ ഗവൺമെന്റ് പേര് മാറ്റിയിട്ടാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണാക്കി മാറ്റുന്നത്. ഇനി ഇതിന്റെ കൺസേൺഡ് ആയിട്ടുള്ള മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നാഷണൽ ക്വാണ്ടം മിഷനെ കുറിച്ചാണ്. ഈ നാഷണൽ ക്വാണ്ടം മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ
ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 7-നകത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, ലാർജ് ഗ്യാപ് ടു ബ്രിഡ്ജ് ഇൻ ക്വാണ്ടം കേപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട്. അതൊരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ന്യൂസ് വന്നേക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യക്ക് 2023 നമ്മളൊരു നാഷണൽ ക്വാണ്ടം മിഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ ഒരു ക്വാണ്ടം മിഷന്റെ ഒരു ഇനീഷ്യൽ കോർപ്പസ് ആയിട്ട് നമ്മളൊരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഫണ്ടും അതിന് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അടുത്തൊരു 5 വർഷത്തേക്ക് വേണ്ടിയിട്ട് ഒരു 6000 കോടി രൂപ നമ്മൾ ഈ ഇന്ത്യയുടെ നാഷണൽ ക്വാണ്ടം മിഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഈ പോളിസി ഇന്റർവെൻഷൻ നല്ലതാണെന്ന് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ലോകത്തിൽ ഇത്തരത്തിൽ ജസ്റ്റ് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടം പ്രോഗ്രാം ഉള്ള, നാഷണൽ ലെവലിൽ ഗവൺമെന്റ് ലീഡ് ചെയ്യുന്ന ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടം പ്രോഗ്രാം ഉള്ള 17 രാജ്യങ്ങളേ ഉള്ളൂ. അതിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്വാണ്ടം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ക്വാണ്ടം സെക്ടറിലുള്ള, അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ഫണ്ട് ഉള്ള 12ഓളം രാജ്യങ്ങൾ മാത്രമേ ലോകത്തുള്ളൂ. അതിലൊന്ന് ഇന്ത്യയാണ്. പക്ഷേ ഈ ക്വാണ്ടം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലീഡേഴ്സ് ആയിട്ടുള്ള ചില രാജ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അമേരിക്ക, അതുപോലെ തന്നെ ചൈനയൊക്കെ പോലുള്ള രാജ്യങ്ങൾ. അവരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ഒരുപാട് പിറകിലാണെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ ഫണ്ട് അലോക്കേഷന്റെ കേസിലാണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ അടുത്ത 5 വർഷത്തേക്ക് 6000 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് അത് നമ്മൾ US ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം $0.75 ബില്യൺ ആണ് അതുള്ളത്. അതായത് 75 കോടി US ഡോളറാണ് ഈ എമൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് നമ്മൾ ചൈനയെ നോക്കുന്ന സമയത്ത്, ചൈന ഇതേ കാലഘട്ടത്തിലേക്ക് ചൈന ഈ ക്വാണ്ടം ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു 5 വർഷത്തേക്ക് അവർ മാറ്റി വെച്ചിട്ടുള്ള ഏകദേശം $15 ബില്യൺ ആണ്. നമ്മുടെ ഇന്ത്യ മാറ്റി വെച്ചതിനേക്കാട്ടിലും ഒരു 20 ഇരട്ടിയിൽ കൂടുതലാണ്. ഇനി അതേപോലെ തന്നെ അമേരിക്കയുടെ കേസിലാണെങ്കിൽ അവരത് $4.3 ബില്യൺ ആണ്. ഈ ജർമ്മനി അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു യുണൈറ്റഡ് കിങ്ഡം പോലുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ, സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങൾക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ടെക്നോളജിക്കലി അവരെക്കാട്ടിലും ഇൻഫീരിയർ ആണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ടെക്നോളജി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള അത്ര ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വലിയൊരു ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ നാഷണൽ ക്വാണ്ടം മിഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നാഷണൽ ക്വാണ്ടം മിഷൻ എന്ന് പറയുന്നത് 2023 ഇന്ത്യ അനൗൺസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലാണ് നാഷണൽ ക്വാണ്ടം മിഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സയന്റിഫിക് പേർപ്പസിന് വേണ്ടിയിട്ടും ഇന്ത്യയിലെ ക്വാണ്ടം ടെക്നോളജീസിനെ ഫോസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത്, ഒന്ന്, അടുത്ത 8 വർഷത്തിനകത്ത് ഈ നാഷണൽ ക്വാണ്ടം മിഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ശരിക്കും 2031 വരെയുള്ള കാലഘട്ടത്തിലേക്കാണ്, ഏകദേശം 8 വർഷത്തേക്കാണ്. അപ്പൊ ഈ 8 വർഷത്തിനകത്ത് നമ്മുടെ ഇന്ത്യയിൽ ഇന്റർമീഡിയറ്റ് സ്കെയിലുള്ള ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവര് ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഇന്റർമീഡിയറ്റ് സ്കെയിലുള്ള ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു കപ്പാസിറ്റി ആയിട്ട് അവർ പറയുന്നത്, ഇപ്പൊ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന്റെ പെർഫോമൻസിനെ അല്ലെങ്കിൽ അവരുടെ പവറിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ക്യൂബിറ്റ്സ് എന്ന് പറയുന്ന ഒരു മെഷർമെന്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു 50 തൊട്ട് 1000 വരെ ഫിസിക്കൽ ക്യൂബിറ്റ്സ് ഉള്ള ഇന്റർമീഡിയറ്റ് സ്കെയിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് അടുത്ത 8 വർഷത്തിനകത്ത് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന സൂപ്പർ കണ്ടക്ടിങ്, അതുപോലെ തന്നെ ഫോട്ടോണിക് ടെക്നോളജി പോലുള്ള പ്ലാറ്റ്ഫോമുകളിലാണ് ഈ പറയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ഒരു 2000 കിലോമീറ്റർ എങ്കിലും റേഞ്ച് ഉള്ള, ഓക്കെ, അല്ലെങ്കിൽ 2000 കിലോമീറ്റർ എങ്കിലും ദൂരപരിധിയുള്ള ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ സെക്യൂർ ആയിട്ടുള്ള സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു 2000 കിലോമീറ്റർ എങ്കിലും ദൂരമുള്ള ഗ്രൗണ്ട് സ്റ്റേഷൻസിന്റെ ഇടയിൽ ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് സെക്യൂർ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ലോങ് ഡിസ്റ്റൻസ് സെക്യൂർ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്റർ സിറ്റി ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ, ഏകദേശം 2000 കിലോമീറ്ററോളം ദൂരത്തിലുള്ള ഇന്റർ സിറ്റി ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഇതിന്റെ ഇപ്പോഴത്തെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നാഷണൽ മെഡിക്കൽ കമ്മീഷനെ കുറിച്ചാണ്. അപ്പൊ നാഷണൽ മെഡിക്കൽ കമ്മീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ചെയർമാനായിട്ട് പുതിയൊരാൾ അപ്പോയിന്റ് ചെയ്തതായിട്ടുള്ള വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 9-നകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ നാഷണൽ മെഡിക്കൽ കമ്മീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന് പറയുന്നത് 2019 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് മനസ്സിലാക്കുക. നേരത്തെ ഇന്ത്യയിൽ ഈ മെഡിക്കൽ
ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട്, MCA എന്ന് പറയും. 1934 ബ്രിട്ടീഷുകാർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ഈ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അതിന് പകരക്കാരനായിട്ട് വന്നിട്ടുള്ള ഒരു ബോഡിയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ മെഡിക്കൽ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ മെഡിക്കൽ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ ഒരു അപ്പെക്സ് ബോഡിയാണ്, അല്ലെങ്കിൽ ഒരു ടോപ്പ് റെഗുലേറ്ററി ബോഡിയാണ് ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന് മനസ്സിലാക്കുക. ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒരു കോമ്പോസിഷൻ ആയിട്ട് പറയുന്നത് 25 മെമ്പേഴ്സും നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെയർമാനുമാണ്. ഇതിനകത്തുള്ള അംഗങ്ങളുടെ ടെന്യൂർ ആയിട്ട് പറയുന്നത് 4 വർഷമാണ്. ഇവരെ റീഅപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ 4 വർഷം എന്ന് പറയുന്ന സമയത്ത് ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷനകത്ത് ഫുൾ ടൈം മെമ്പേഴ്സും അതുപോലെ തന്നെ പാർട്ട് ടൈം മെമ്പേഴ്സും ഉണ്ട്. ഇതിനകത്ത് പാർട്ട് ടൈം മെമ്പേഴ്സിന്റെ കേസിൽ, ഫുൾ ടൈം മെമ്പേഴ്സിന്റെ കേസിൽ 4 വർഷമായിരിക്കും അവരുടെ ടെന്യൂർ. പാർട്ട് ടൈം മെമ്പേഴ്സിന്റെ കേസിൽ 2 വർഷമായിരിക്കും ടെന്യൂർ. അപ്പൊ ഈ പാർട്ട് ടൈം മെമ്പേഴ്സ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള 25 മെമ്പേഴ്സിൽ 11 പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ടാവും. അത് സംസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽസിനെയും റെപ്രസെന്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ ടെന്യൂർ എന്ന് പറയുന്നത് 2 വർഷമായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ചെയർമാൻ ആണെങ്കിലും മെമ്പേഴ്സ് ആണെങ്കിലും ഇവരെ എല്ലാവരെയും അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ ഇവരെ റീനോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷനകത്തുള്ള ഡിസിഷൻസ് അവരെടുക്കുന്നത് ഒരു സിമ്പിൾ മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് അറ്റ്ലീസ്റ്റ് 13 മെമ്പേഴ്സിന്റെ എങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഡിസിഷൻസ് എടുക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് GPAയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15 വാർത്തയുടെ ആ ഒരു കോൺടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിൽ ഇപ്പോൾ പ്രധാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെന്റുകളിൽ ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫീൽഡിലുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കേസിൽ അത് ഒരുപാട് പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്, ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ടെക്നോളജിയാണ്. അതേപോലെ തന്നെ ഇതിന് അപകട സാധ്യതകളും വളരെ വലുതാണ്. അപ്പൊ ആ ഒരു പോസിബിലിറ്റി അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റിനകത്ത് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യാനും അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഈ AI യൂസേജ് എൻഷുർ ചെയ്യാനും അത് ഗൈഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ് ആണ് ഈ GPA എന്ന് പറയുന്നത്. സോ ഇത് ഹ്യൂമൻ റൈറ്റ്സിന്, അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റും അതുപോലെ തന്നെ അതിന്റെ ഉപയോഗവും ഹ്യൂമൻ റൈറ്റ്സിനെയും അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഈ GPAയുടെ ഭാഗമായിട്ടുള്ള അംഗരാജ്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഡെമോക്രാറ്റിക് വാല്യൂസിനെ ഒന്നും വയലേറ്റ് ചെയ്യുന്നില്ല, അതിനൊക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അത്തരത്തിലാണ് ഇതിന്റെ ഡെവലപ്മെന്റും ഉപയോഗവും നടക്കുന്നുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഫസ്റ്റ് 2018 G7 സമ്മിറ്റ് നടക്കുന്ന സമയത്താണ് ഇത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അത് അന്ന് G7 സമ്മിറ്റ് നടക്കുന്ന സമയത്ത് 2018 G7 സമ്മിറ്റിന്റെ സമയത്ത് കാനഡയും ഫ്രാൻസും ആണ് ഇത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് പ്രപ്പോസ് ചെയ്യുന്നത്. ഇത് 2020 പിന്നീട് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇത് G7 ഭാഗമായിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തതെങ്കിലും ഇതിപ്പോ ഹോസ്റ്റ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന മറ്റൊരു സംഘടനയാണ്. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ പാർട്ടിസിപ്പൻസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ GPAയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറിയും അതുപോലെ തന്നെ പ്രാക്ടീസും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫീൽഡിലുള്ള റിസർച്ച് അതുപോലെ തന്നെ അപ്ലൈഡ് ആക്ടിവിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യലും ഈ പറയുന്ന GPAയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഡസ്ട്രി, സിവിൽ സൊസൈറ്റി, ഗവൺമെന്റ്, അക്കാദമിയ, ഈ ഡിഫറെന്റ് ഏരിയാസിൽ നിന്നുള്ള എക്സ്പേർട്സിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ ടാപ്പ് ഇൻ ചെയ്യാനും അതുപോലെ തന്നെ ചാലഞ്ചസിനെ നേരിടുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ വിഭാഗത്തിൽ നിന്നുള്ള, അതായത് ഈ ഇൻഡസ്ട്രി, സിവിൽ സൊസൈറ്റി, ഗവൺമെന്റുകൾ, അക്കാദമി എന്നൊക്കെയുള്ള എക്സ്പേർട്സിന്റെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ANRF കുറിച്ചാണ്. സോ ഈ അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു റിസർച്ച് ഫൗണ്ടേഷന്റെ ബോർഡിനകത്ത് ഇൻഡസ്ട്രി പ്രസൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12 വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പൊ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. 2023 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള അനുസന്ധൻ
നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആക്ട് എന്നറിയപ്പെടുന്ന ഒരു ആക്ടിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബോഡിയാണിത്. സോ അപ്പോൾ നേരത്തെ ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ടായിരുന്നു. അതും മറ്റൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. 2018 പാർലമെന്റിന്റെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബോഡിയായിരുന്നു. ആ ബോർഡിനെ, ഈ SCRB എന്ന് പറയുന്ന ബോർഡിനെ റിപ്പീൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒന്നാണ് ഈ ANRF എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രിഡസസർ ആയിരുന്നു ഈ SCRB എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ANRFന്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെ സീഡ് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഈ റിസർച്ച് ആൻഡ് ഇന്നോവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൾച്ചറിനെ, അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിനെ പ്രൊമോട്ട് ചെയ്യുക. അതായത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസ്, കോളേജസ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, R&D ലബോറട്ടറീസ്, ഇവിടെയൊക്കെ ഒരു റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ കൾച്ചർ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഈ സയന്റിഫിക് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ അടിസ്ഥാനത്തിൽ, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സയന്റിഫിക് റിസർച്ച് ഫീൽഡിനകത്ത് ഒരു ഹൈ ലെവൽ സ്ട്രാറ്റജിക് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അപ്പെക്സ് ബോഡി കൂടിയാണ് ഈ ഒരു ANRF എന്ന് പറയുന്ന ഏജൻസി എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ഭാഗമായിട്ട് ANRF ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡസ്ട്രി, അക്കാദമിയ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരുടെയൊക്കെ ഒരു കൊളാബറേഷൻ എൻഷുർ ചെയ്യുന്നത് ANRFന്റെ ഒരു ജോലിയാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആരും ഇതിന്റെ ബോർഡിലില്ല എന്നുള്ളൊരു വാർത്ത വരാനുള്ള കാരണം. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇൻഡസ്ട്രീസ്, സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, അതുപോലെ തന്നെ സയന്റിഫിക് ആൻഡ് ലെയിൻ മിനിസ്റ്റേഴ്സ് ഇവരുടെയൊക്കെ പാർട്ടിസിപ്പേഷൻ, കോൺട്രിബ്യൂഷൻ ഒക്കെ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർഫേസ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്യലും ഈ ANRFന്റെ ഒരു ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.